ഹലോ അർമീസേ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മളെ റെഡ് സ്നോ എന്ന FFൻ്റെ സ്പെഷ്യൽ പാർട്ടാണ്. ഇത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ പേര് സ്പെഷ്യൽ പാർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ജൂണേ എണീറ്റ മതി കടന്നുറങ്ങിയത്. ഇനി ഉറങ്ങാൻ നിൽക്കല്ലേ, നിനക്ക് ഓഫീസിൽ പോവാല്ലേ? അല്ലെങ്കിൽ കാണാലോ ഓഫീസിൽ പോകാണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഈശ ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ. എടുക്കെടുക്കെടുക്ക്, എനിക്കുള്ള ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിച്ചെന്നേ. എന്താണ് ഗിഫ്റ്റ്? വേഗം എടുത്തോ. ഗിഫ്റ്റോ? ഓ മൈ ഗോഡ്, ഞാൻ മറന്നു. ഇവൻ എന്നെപ്പോ കൊല്ലും. ആദ്യം 2 ദിവസമായിട്ടുള്ള സെറ്റായിട്ട് അതിന്റെ മുമ്പ് ബ്രേക്കപ്പ് ആവുമല്ലോ എന്റെ ദൈവമേ. എന്തേ നീ മറന്നോ? എനിക്കറിയായിരുന്നു നീ മറക്കുന്ന്. നിനക്കല്ലേലും എന്നോട് ഇഷ്ടമല്ലല്ലോ. നീ വെറുതെ പറയുന്നതൊക്കെ. എന്റെ ദൈവമേ, എനിക്ക് ഡൈവേഴ്സ് വേണം. എനിക്കിപ്പൊ തന്നെ ഡൈവേഴ്സ് വേണം. ഇനി പറ, നിനക്ക് ഡൈവേഴ്സ് വേണം? ഞാൻ തന്നെയല്ലേ നിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ്? ഞാനൊരാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ മുത്തേ നിനക്ക് വേറെ ഒരു ഗിഫ്റ്റ്? എന്നെ തന്നെ ഞാൻ നിനക്ക് സമർപ്പിച്ചതല്ലേ. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഇവിടെ എന്താ നടക്കണേന്ന് ആലോചിച്ചിരിക്കോ. ഞങ്ങളൊക്കെ എപ്പോൾ സെറ്റായി എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. അതൊക്കെ ഒരു വലിയ കഥയാ. ഹലോ, എങ്ങോട്ടാണ് രണ്ടു കൂടി? ഞാൻ ഈ സ്റ്റോറി ഒന്ന് മെല്ലെ തീർക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഫാസ്റ്റൊക്കെ കൊണ്ടുവരിക. ഞാൻ ഇതിവിടെ അനുവദിക്കുന്നതല്ല. വേണേ കുറച്ച് ടൈം തരാം, അതിനുള്ളിൽ എന്താ പറയാതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സോറി ഗൈസ്, കൂടുതൽ വലിച്ചു നീട്ടിയുള്ള ഒരു ലവ് സ്റ്റോറി പറയാൻ എഡിറ്റർ കുറച്ച് ടൈം തരുന്നില്ല. സാരമില്ല, നമുക്കുള്ള ടൈം കൊണ്ട് ഞങ്ങൾ എന്താ നടന്നതെന്ന് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ എഡിറ്റർ വെച്ച് പറഞ്ഞിരുന്നില്ലേ, പ്രണയം അകലുന്തോറും അടുപ്പിക്കുന്ന ഒരു കാന്തിക വലയാണെന്ന്. അത് സത്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. കാരണം ഇവൻ എന്നെ വിട്ടു പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അവസാനം ഞാൻ ഇവരെ കണ്ടുപിടിച്ച് അവനോട് കാര്യം പറഞ്ഞ് ആദ്യമൊക്കെ പുള്ളിക്കാരൻ ചാടിയിട്ടെങ്കിലും അറ്റ് ലാസ്റ്റ് എൻ്റെ സൗന്ദര്യത്തിൽ അവൻ വീണ്ടും വൈങ്ങി വീടും. പിന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടി പറയണ്ട്. അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണം കേട്ടോ. എല്ലാവരും കുടുംബസമേതം വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ. ഇവിടെ പണ്ടാരത്തേണ്ടി ഇച്ചായ പണ്ടൊക്കെ ന്യൂ ഇയർ ആയാലും രാത്രി 12 മണിക്ക് തന്നെ വന്ന് വിഷ് തന്ന് ഗിഫ്റ്റ് തന്ന നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ബോസിനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടതായില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വിഷെങ്കിലും പറയാൻ ഇതുവരെയായിട്ട് സാധിച്ചില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടി വന്നില്ലേ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്നെ വേണ്ട. പുതിയ ആളെ കിട്ടിയപ്പോൾ ഞാനൊക്കെ ഒരു പുക. പിടങ്ങലട ചക്കരേ, ആരും പറഞ്ഞു? എനിക്ക് നീ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ആരും ഉള്ളൂ. നീ ചായൻ്റെ കുട്ടിയല്ലേ. മോള് വേഗം പോയി വാതിലുറന്നേ. അത് നിനക്കുള്ള എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാ. ഈ രാവിലെ തന്നെ ഇത് ആരാണ്? ഇവളെന്തിനപ്പോ ഇങ്ങോട്ട് വന്ന്? മര്യാദക്ക് കുളിച്ചിട്ട് പോലുമില്ല, പല്ലും കൂടി തേച്ചിട്ടില്ല. ഓ എന്തൊരു നാറ്റാണ് വായിക്ക്. ആദ്യമായിട്ട് അവളെ വീട്ടിലേക്ക് വരുന്നത്. എന്നെ ഈ കൊലത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ മിസ്സായി പോവും. അടുത്ത് വന്നാട്ടെ. ഇവളത് എങ്ങോട്ടാണ് കണ്ടത്? എടിയ വാതിലിന്റെ അടുത്ത് വരെ പോയിട്ട് നീ തുറന്നു കൊടുക്കാതെ എങ്ങോട്ടാ പോകുന്നത്? അത് തുറന്നെടുക്ക്. കോളിംഗ് ബില്ല് അടിക്കണം, ഞാൻ കേൾക്കുന്നില്ലേ? നീ തന്നെ തുറന്നാ മതി. ഞാൻ ചത്താലിപ്പോ ആ വാതിൽ തുറക്കൂല. ഹായ്, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? എന്തിനാ വന്നേ? ഹായ് ഹോബി, ഗുഡ് മോർണിംഗ്. അല്ല, ആരുമില്ല ഇവിടെ. എനിക്ക് അവളോട് കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അവളിപ്പോ ഇങ്ങോട്ട് മണ്ടുന്നുണ്ടായിരുന്നു. ടോയ്ലറ്റിക്കാന്ന് തോന്നുന്നു. താൻ കയറി വാ. ഇപ്പൊ മണം പോയി. അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ ക്ലോസപ്പ് ഉണ്ടാകുമ്പോ പിന്നെ എന്തിനു ഞാൻ പിടിക്കുന്നു? എനിക്ക് വയ്യ. എന്നെ കാണാൻ ഇപ്പൊ എന്താ ചെറുക്ക? എനിക്ക് എന്നോട് തന്നെ ക്രഷ് അടിക്കുന്നു.
ഹായ്, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. മീര എന്നെ വെയിറ്റ് ചെയ്ത് മടുത്തു. ഇപ്പോഴെന്താ ഇങ്ങോട്ട് വരാനുള്ള റീസൺ? ഹാപ്പി ന്യൂ ഇയർ. ഒന്നുമില്ലടോ, തന്നിപ്പോ കുറെ ആളായില്ലേ കണ്ടിട്ട്, അപ്പൊ ഒന്ന് വന്നതെന്നുള്ളൂ. തനിപ്പോ കോഫി ഷോപ്പിലൊന്നും കാണാറില്ലല്ലോ. പണ്ട് താനെപ്പോഴും അങ്ങോട്ട് വരാറുണ്ടായിരുന്നല്ലോ. പിന്നെന്താന്ന് വെച്ചാ, അന്ന് ഞാൻ ജയിലിൽ വന്ന് തന്നെ കാണാൻ നിന്നപ്പോ താൻ കാണണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തന്നോട് താങ്ക്സ് പറയാനുണ്ടോ, അതോടെ വന്നേ. താനല്ലേ എന്നോട് പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞു, അതാ പിന്നെ ഞാൻ വരാന്. ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. തനിക്കെന്തേലും എന്നോട് പറയാനുണ്ടോ? എന്തോ തന്നെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നി. എന്താടോ, വല്ല പ്രശ്നമുണ്ടോ? നല്ല ഹെൽപ്പും വേണോ? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറഞ്ഞാൽ കള്ളായിപ്പോ. കുറെ ദിവസമായി ഒന്ന് നേരവണ്ണം ഉറങ്ങിയിട്ട്. എനിക്കിതിപ്പോ എങ്ങനെ പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയും ഞാൻ പറയാവുന്ന എന്തോ താൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നി. താൻ വളച്ചു കിട്ടാതെ കാര്യം പറയും. എടോ, വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്, പക്ഷേ അതെപ്പോ തുടങ്ങി വെച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോ താൻ പുറകെ നടന്ന ടൈമിൽ എനിക്ക് തോന്നിയേക്കാം, അതൊക്കെ ഞാൻ ആസ്വദിച്ചേന്നു. ബട്ട് എന്തോ പഴയ കാര്യങ്ങളുകൊണ്ട് എനിക്കതൊന്നും എന്നോട് പ്രകടിപ്പിക്കാനായില്ല. തന്നെ 2 ദിവസം കാണാതായപ്പോ എൻ്റെ മനസ്സിലെന്തോ ഒരു കല്ല് കയറ്റിച്ച് മാറിയായിരുന്നു. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ സാറിനെ വിളിച്ചു. സാറാണ് ഈ വീടിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് തന്നത്. എന്ത്? കേട്ടില്ല, ഒന്നുകൂടി പറയും. എടോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. കേക്കലേ, ഇനിയും സത്തമാ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഞാൻ കുറച്ചു നേരം മാറി നോക്കട്ടെ. ഇങ്ങനെയോ? ഇതേ എഡിറ്റർ കൊച്ചേ, ഈ സ്റ്റോറി തീരാനായി എനിക്ക് മനസ്സിലായി. എന്നെ എല്ലാ സ്റ്റോറിത്തന്മാരെയും ഒരു അരൂല് പിടിച്ച് നിർത്താനാ ഭാവെങ്കിൽ ഞാൻ ഈ പണിയെ നിർത്തും. എനിക്കുണ്ട് കുറച്ച് വികാര വിചാരങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കണം. താനെന്താണോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഒന്നുമില്ല. എന്നിട്ട് തന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. കാര്യം പറയടോ, നമുക്ക് പരിഹരിക്കാം. അതോ അന്തപ്പക്കം പാത്താ ഇനി ഇങ്കപ്പക്കം പാത്താ ஆனா எனக்கு மாற்றம் யாருமே இல்லை. ഉണ്ണ കൂടെ ഞാനില്ലയാ. എന്ത്? വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാനും ന്യൂയോർക്കിലെ തണുപ്പിൽ പുതപ്പിനടിയിൽ 30 മിനിറ്റ് സ്നേഹിക്കാൻ എനിക്കൊരു പെണ്ണിന് വേണം. പറ്റുമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, എങ്കിലും നിങ്ങൾ ന്യൂ ഇയറിനെ കുറിച്ച് ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇത് ന്യൂ ഇയർ ക്രിസ്മസ് അതിന് ബേസ്ഡായിട്ട് ഏത് സ്റ്റോറിയാണ്, അതിന് സ്പെഷ്യൽ പാർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
പിന്നെന്താന്ന് വെച്ചാൽ ഈ സ്റ്റോറി ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇടാൻ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് ചാനലിൽ പണി കിട്ടി പോയത്. പിന്നെ ഒന്നങ്ങനെ ഞാൻ നേരേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്ന വാക്കൊന്നും ഞാൻ മറക്കില്ല. എല്ലാ സ്റ്റോറിയും ഫുള്ളാക്കിയിട്ട് തന്നെ പോവും.